നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് അടക്കമുള്ള പ്രതികൾ ശിക്ഷിക്കപ്പെടുമെന്നാണ് വിശ്വാസമെന്ന് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞു. പൾസർ സുനിയുടെ അമ്മ നൽകിയ ഒരു ഹർജി അത് വിധിയെ സ്വാധീനിക്കില്ലെന്നും അഡ്വക്കേറ്റ് അജയകുമാർ പറഞ്ഞു. 100% ഈ ദിലീപ് അടക്കമുള്ള മുഴുവൻ പ്രതികളും ശിക്ഷിക്കപ്പെടും എന്നതാണ് പ്രോസിക്യൂഷന്റെ വിശ്വാസം. അങ്ങനെയാണ് വിശ്വാസം. ഈ പൾസർ സുനിയുടെ അമ്മ ഒരു പ്രശ്നമായതുകൊണ്ടും അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത പെറ്റീഷനല്ല. അത് അവരുടെ ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇതിൽ ഫ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു തീരുമാനമാണ്. അത് ഇതുമായി കേസുമായിട്ട് ബന്ധപ്പെട്ടത്. അതൊന്നും ഇപ്പോൾ ഇല്ലല്ലോ, ശിക്ഷ പറയട്ടെ. ന്യൂസ് ഡെസ്കിൽ മിസ് വിജയകുമാർ ചേർന്നു. വിജയകുമാർ, ഗുഡ് മോർണിംഗ്. ഈ അഡ്വക്കേറ്റ് രാജകുമാർ ഈ കേസിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് അറിയാം. ആദ്യഘട്ടത്തിൽ ഈ കേസിൽ ചർച്ചയ്ക്ക് വളരെ സജീവമായി നിന്നിരുന്ന അഭിഭാഷകനാണ്, അതിന് ലോ പോയിന്റ്സ് ഒക്കെ പറയുന്ന അഭിഭാഷകനാണ് രാജകുമാർ. 2 പ്രോസിക്യൂട്ടർമാർ ഈ കേസിൽ നിന്നും ചില പ്രത്യേക കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രാജിവെച്ചു പോകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീടാണ് അഡ്വക്കേറ്റ് രാജകുമാർ വരുന്നു. പിന്നെ കേസ് അതിശക്തമായി ഒരു 120B ഏത് രീതിയിൽ അതിന്റെ തെളിവ് ശേഖരണം സാധ്യമാണോ, ആ തെളിവ് ശേഖരണം സാധ്യമാകുന്ന രീതിയിൽ പരമാവധി തെളിവ് ശേഖരിച്ച് കോടതിയിൽ ഹാജരാക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞു. അത് നോ ഡൗട്ട്. അത് കോടതി എങ്ങനെ വിലയിരുത്തുന്നു എന്നുള്ളതാണ് അടുത്ത മണിക്കൂറുകളിൽ കാണാൻ പോകുന്നത്. വിജയകുമാർ. യെസ്, ക്രിസ്റ്റീന, ഹാഷ്മി, ഗുഡ് മോർണിംഗ്. നമ്മൾ പലതവണ പല ആവർത്തി പറഞ്ഞിട്ടുള്ളതാണ്, ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ കുറ്റാന്വേഷണ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു കേസാണ് ഈ നടിയെ ആക്രമിച്ച ഈ കേസ്. അത് പലതരത്തിൽ ആ കേസ് ശ്രദ്ധേയമാകുന്നത് അതിലെ നാൾവഴികൾ തന്നെയാണ്. അതിജീവിതയ്ക്ക് അഹോരാത്രം പോരാടേണ്ടി വന്ന ഒരു കേസ് കൂടിയാണിത്. അതിൽ തുടർച്ചയായ തിരിച്ചടികൾ പലയിടങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴും ആ തിരിച്ചടികളെ നേരിടാൻ അവർ കാണിച്ച ഐതിഹാസികമായ ധീരത തന്നെയാണ് ഈ കേസിനെ നമ്മുടെ അന്വേഷണ വഴികളിൽ ഒറ്റപ്പെട്ടതും ഏറ്റവും ഉദാത്തവുമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് അതിൻ്റെ വിധിക്ക് കേവലമാത്ര പ്രസക്തമല്ലാത്ത മറ്റു പല മാനങ്ങളുമുണ്ട്. അതുകൊണ്ടാണ് നാട് മുഴുവൻ ഇന്ന് 11 മണി കഴിയുമ്പോൾ എന്ത് വിചാരണ കോടതിയിൽ നടക്കും എന്ന് വളരെ അങ്ങേയറ്റം ശ്രദ്ധയോടെ കാത്തിരിക്കുന്നത്. ഈ കേസിലെ 10 പ്രതികളെ, അതിൽ നമ്മൾ പ്രതികളുടെ അവർ ചെയ്ത കുറ്റകൃത്യങ്ങളെ മാത്രം വിലയിരുത്തി നോക്കിയാൽ മതി. അതിലെ പ്രതികൾ അത് ഏതെങ്കിലും തരത്തിൽ താരമാണ് എന്നോ സിനിമയെ അടക്കി ഭരിച്ചയാളാണോ എന്നതൊന്നും ഇതിൽ ഘടകമേ അല്ല. വിചാരണ കോടതിയുടെ മുൻപാകെ അവരെല്ലാം കുറ്റവാളിയാണ്. നടൻ ദിലീപ് അതിൽ 8ാം പ്രതിയാണ്. അപ്പോൾ ഇതിൽ 3 പ്രതികളെ മാറ്റി നിർത്തിയാൽ ബാക്കി 7 പ്രതികൾക്കും സമാനമായ കുറ്റം അവരുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. അത് നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 120B 120B എന്ന ആ ഒരു വകുപ്പിന്റെ പ്രത്യേകത. അത് നിയമവിദഗ്ധർ പലതവണ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. 1ാം പ്രതി ഒരു കുറ്റം ചെയ്താൽ ആ കുറ്റത്തിന്റെ ഗൂഢാലോചന ചെയ്ത 8ാം പ്രതിക്ക് 1ാം പ്രതിക്ക് എന്ത് ശിക്ഷ കിട്ടുമോ ആ ശിക്ഷ തന്നെ കൊടുക്കേണ്ടതാണ്. എപ്പോഴാണ് ആ ഗൂഢാലോചന തെളിഞ്ഞാൽ. ഇവിടെ ഗൂഢാലോചന തെളിയുമോ എന്നതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനവും പരമപ്രധാനവുമായ ചോദ്യം. ഗൂഢാലോചന തെളിയാൻ വേണ്ട സാഹചര്യ തെളിവ് ഇപ്പോൾ ഡയറക്റ്റ് എവിഡൻസ് ഇല്ലാത്ത ഒരു കേസാണ്. നേരിട്ടുള്ള തെളിവ് ഉള്ള ഒരു കേസല്ല ഈ നടിയെ ആക്രമിച്ച കേസ്. ഞാൻ പറയുന്ന ഗൂഢാലോചനയുടെ കാര്യമാണ്. പക്ഷേ നേരിട്ടല്ലാത്ത സാഹചര്യ തെളിവുകളും ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടുകളും അത്തരം തെളിവുകളും ഒരു കൂമ്പാരം കണക്കെ വിചാരണ കോടതിക്ക് മുന്നിൽ വന്നിട്ടുള്ളതാണ് ഈ ഗൂഢാലോചന തെളിയിക്കാൻ. അത് വിചാരണ കോടതി ഏത് തരത്തിലാണ് അതിനെ നിയമപരമായി വിലയിരുത്തുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനാണ് ഈ 11 മണി കഴിയുമ്പോൾ ഉത്തരം കിട്ടേണ്ടത്. വിചാരണ കോടതി ഈ നേരിട്ട് ഈ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തവരെ മാത്രം ശിക്ഷിക്കുമോ, അതോ അതിലെ വിചാരണ ഘട്ടത്തിൽ ഗൂഢാലോചന കൂടി വിചാരണ കോടതി മുൻപാകെ തെളിഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. ഇതിലെ വിചാരണയുടെ മുഴുവൻ ഘട്ടങ്ങളും ഒരു ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് ആയിരുന്നു, ഒരു രഹസ്യ കോടതി മുറിയിലെ വിചാരണയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആ കോടതി മുറിയിൽ നടന്നത്, ആ വിചാരണ ഘട്ടത്തിലെ സാക്ഷി വിസ്താരം അടക്കം തെളിവ് പരിശോധന അടക്കം എങ്ങനെയാണ് അത് വിചാരണ കോടതിയിൽ പൂർത്തിയാക്കിയത് എന്നത് സംബന്ധിച്ച് ഈ പ്രോസിക്യൂഷന്റെയും പ്രതിഭാഗത്തിന്റെയും അഭിഭാഷകർ പിന്നീട് പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് നേരിട്ട് അറിവുള്ളൂ. പക്ഷേ പോലീസിന്റെ കുറ്റപത്രം അങ്ങേയറ്റം ഗൗരവമുള്ളതായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.